ഇന്ന് ഞാൻ കാരണം ശരിക്കും നിങ്ങളെ നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിലേക്ക്, പുതിയ കഥയുമായിട്ട്. എടോ, തനിക്ക് സിനിമ ഇഷ്ടമായില്ലേ? ഒരുപാട്. എന്തൊരു ഇടിയായിരുന്നു ഹീറോ. ഡിഷും ഡിഷും. എന്തൊരു ഹാൻസം ആയിരുന്നു ഹീറോ, അല്ലേ? ആഹാ, പക്ഷെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത്? ആ ഹീറോയിൻ അത്ര പോരാ. അത് ശരി, നീ ഹീറോയിനെ നോക്കിയിരിക്കായിരുന്നോ? എന്താ, തനിക്ക് ഹീറോയെ നോക്കാമെങ്കിൽ എനിക്ക് ഹീറോയിനെ നോക്കിക്കൂടെ? നോക്കരുത്. അത് ശരി, അവളെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാന്നോ തോന്നുന്നു. ഇത് പിടിച്ചേ. സമയം ഒരുപാടായി, അങ്ങോട്ട് പോയി നോക്കട്ടെ. ബാ. റിയാൻഷി, 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 മോളെ നീ ഉറങ്ങിയോ? റിയാൻഷി, 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 റിയാൻഷിക്ക് എന്ത് പറ്റി? റിയാൻഷി, ഇവളൊന്ന് നോക്കി. മോളെ, റിയാൻഷി, മോളെ, റിയാൻഷി, എന്ത് പറ്റി? മോളെ, റിയാൻഷി, മോളെ, എനിക്ക് മോളെ. എടോ, താനൊന്ന് വേഗം ഡോക്ടറിനെ വിളിച്ചേ. ഒരു മിനിറ്റ്. റിയാൻഷി, എനിക്ക് മോളെ, കണ്ണു തുറന്ന് നോക്ക് മോളെ. റിയാൻഷി. ഹലോ ഡോക്ടർ സാർ, ഒന്ന് വേഗം വരൂ പ്ലീസ്. റിയാൻഷി കണ്ണു തുറക്കുന്നില്ല. പ്ലീസ് ഒന്ന് വേഗം വരൂ. എഴുന്നേക്ക് റിയാൻഷി, എന്താ പറ്റിയ ഇവക്ക്? മനോജ്, നീ എത്ര നേരം ഇങ്ങനെ ഇരിക്കുക? എന്താ പറ്റിയ നിനക്ക്? ഇങ്ങനെ ചെയ്യുന്നോണ്ട് റിയാൻഷി തിരിച്ചു വരും തോന്നുന്നുണ്ടോ? മനോജ്, നീ ഒന്നും കഴിക്കുന്നുമില്ല, ഒന്നും കുടിക്കുന്നുമില്ല. എന്താ പറ്റിയ നിനക്ക്? മനോജ്, നീ ഒന്ന് സമാധാനിക്ക്. ഓഫീസിൽ പോ, കൂട്ടുകാരെ കാണ്, സമയം ചെലവഴിക്ക്. ഒരാള് പോയിന്നും വെച്ച് ജീവിതം അവിടെ തന്നെ നിന്നു പോവില്ല. ആരെ കൂട്ടിക്കൊണ്ടുപോകും? എന്താ? ആർക്ക് വേണ്ടി സമ്പാദിക്കണം? മനോജ്, ആർക്ക് വേണ്ടിയാണോ ഞാൻ ജീവിച്ചത്? അവൾ എന്നെ വിട്ടു പോയില്ലേ? അവള് നമ്മളെ വിട്ട് ദൂരെ പോയില്ലേ? മനോജ്, നീ ഒന്ന് സമാധാനിക്ക്. റിയാൻഷി, മനോജ്, റിയാൻഷി, റിയാൻഷി, എന്തുപറ്റി മനോജ്? എന്തുപറ്റി? സുധ, റിയാൻഷി. റിയാൻഷിയോ? റിയാൻഷി എന്നെ കാണാൻ വന്നിരുന്നു സുധ. റിയാൻഷി, മനോജ്, അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അവൾ നമ്മളെയൊക്കെ വിട്ടു പോയി മനോജ്. ഇല്ല സുധ, മനസ്സിലാക്ക് നീ. അവൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എന്റെ കൂടെ കളിക്കണമെന്നും പറഞ്ഞു. അവൾക്ക് എന്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഗെയിംസ് കളിക്കായിരുന്നു. മനോജ്, നീ ഒന്ന് സമാധാനിക്ക്. ഇങ്ങനെ കരയാതെ മനോജ്. റിയാൻഷി നമ്മളെ വിട്ട് പോയി കഴിഞ്ഞു മനോജ്. ദാ പാല് കുടിക്ക്. എത്ര ദിവസം വെച്ച് ഇങ്ങനെ ഇരിക്കുക? ഒന്നും കഴിക്കുന്നുമില്ല, ഒന്നും കുടിക്കുന്നുമില്ല. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് റിയാൻഷി തിരിച്ചു വരുമെന്ന വിചാരം? എന്തൊരു കോലോ നിന്റെ. നീ ആകെ ക്ഷീണിച്ചു പോയി. ഈ പാല് കുടിക്ക്. സുധ, നിനക്കൊരു കാര്യം അറിയാം? നമ്മുടെ റിയാൻഷി ഒരിക്കലും പാല് കുടിക്കില്ലായിരുന്നു. എനിക്കറിയാം, പക്ഷേ നീ ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? അന്ന് നമ്മള് സിനിമ കണ്ടിട്ട് തിരിച്ചു വന്നില്ലേ? അന്ന് റിയാൻഷിയുടെ മുറിയില് ഇതുപോലെ ഒരു കാലി ഗ്ലാസ് ഉണ്ടായിരുന്നു. നമ്മള് എത്രയൊക്കെ നിർബന്ധിച്ചാലും അവള് ഒരിക്കലും പാല് കുടിക്കില്ലായിരുന്നു.
അപ്പൊ ആ ഗ്ലാസ് എവിടുന്ന് വന്നു? അവള് പാല് കുടിക്കാറില്ലല്ലോ. പക്ഷേ ആർക്കറിയാം, ചിലപ്പോ അന്ന് അവൾക്ക് കുടിക്കാൻ തോന്നിയിട്ടുണ്ടാവും. നീ എന്താ ഇങ്ങനെ? എന്തൊക്കെയാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതായത് പാല് വെച്ച് നീ എങ്ങനെ മനസ്സിലാക്കാനാ? മനസ്സിലാക്കാൻ പറ്റും, നീ നോക്കിക്കോ. പിന്നെ ഞാൻ ഈ ലോകത്തിനോട് പറയും സത്യം എന്താണെന്ന്. നമ്മുടെ റിയാൻഷി ഒരിക്കലും ആത്മഹത്യയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. എനിക്കത് നന്നായിട്ട് അറിയാം. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഇതെല്ലാം കണ്ടുപിടിക്കും. ഇതെന്താ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത്? ഈ രാത്രി ഇവളത് എങ്ങോട്ടേക്ക് പോയതാ? മനോജ്, സൂരജ് എവിടെ? അല്ല, എന്തു പറ്റി? ആ സൂരജിനെ ഞാൻ കുറെ നാൾ മുമ്പേ പറഞ്ഞു വിട്ടല്ലോ. ശരി, താക്കോൽ എൻ്റെ മോൻ വരുമ്പോൾ കൊടുത്തേക്ക്. ശരി, കൊടുത്തേക്കാം. ഞാൻ ജോലിക്ക് പോവാ കേട്ടോ. ഈ സുധ എങ്ങോട്ടേക്ക് പോയി? അതും എൻ്റെ അടുത്ത് പറയാതെ. നീ എങ്ങോട്ടേക്കാ പോയ സുധ? അമ്പലത്തിൽ പോയതാ. അല്ല, നീ എന്താ ഇത്രയും വേർക്കുന്നത്? എന്തൊരു ചൂടാ പുറത്ത്. പക്ഷെ നീ രാവിലെ പുറത്തു പോയതായിരുന്നല്ലോ, എവിടെ പോയതാ? എന്താ ഇത്ര ലേറ്റായി? ആ, അത് പിന്നെ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. എല്ലാം ശരിയാവും, നീ വിഷമിക്കണ്ട. ഞാനും വ്രതം എടുക്കാൻ തുടങ്ങിയിരിക്കുക. എല്ലാം ശരിയായിക്കോളും. അതെ സുധ, എല്ലാം ശരിയായിക്കോളും. സുധാ, സുധാ. ആ, അല്ല, സൂരജ് ഇവിടെ കാണുന്നില്ല. സൂരജിനെ ഇപ്പൊ എന്തിനാ കാണുന്ന നീ? അവനുണ്ടാക്കുന്ന പന്നീർ കറി കൂട്ടാൻ കൊതിയായിട്ടാ. ഇറങ്ങിപ്പോയിടുന്ന, വീണ്ടും ഇങ്ങോട്ട് വന്നു പോരുത്. നിനക്കെന്താ തലയ്ക്ക് പ്രാന്ത് പിടിച്ചോ? സുധ, എന്തു പറ്റി? നീ ആരോടാ ദേഷ്യപ്പെട്ട്? അതൊന്നുമില്ല ദേവ്, വെറുതെ. എനിക്ക് നല്ല തലവേദന ഉണ്ട്, ഞാനൊന്ന് പോയി കിടക്കട്ടെ. ആ, അല്ല ഏട്ടാ, ചേട്ടൻ്റെ വീട് അടിപൊളിയാണല്ലോ. സുധ, സുധ, ഒന്നിങ്ങോട്ട് വന്നേ. ഇത് സൂരജ്. നീ പറഞ്ഞില്ലേ നിനക്ക് വീട്ടു ജോലിയിൽ സഹായിക്കാൻ ഒരാളെ വേണമെന്ന്. സോ ഇന്ന് തൊട്ട് നിന്നെ സഹായിക്കാൻ ഇയാൾ കാണും. അത് കറക്റ്റാ ചേട്ടാ. വെറുതെ ജോലിയിൽ ഉഴപ്പാൻ നിൽക്കല്ലേ, മനസ്സിലായല്ലോ? എൻ്റെ ചേട്ടാ ടെൻഷൻ അടിക്കണ്ടെന്നേ. ചേട്ടൻ്റെ ജോലിയിൽ ഒരു കുറവും ഞാൻ വരുത്തില്ല. പിന്നെ കൊച്ചമ്മ എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്യും. ഇവളും നിന്റെ മുതലാളിയാ. ഇവൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലേ അപ്പം ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും, മനസ്സിലായല്ലോ? ഓക്കെ ഏട്ടാ, അങ്ങനെ യാതൊരു അവസരവും ഞാൻ തരില്ല. ശരി ശരി. പിന്നെ സുധേ, എനിക്ക് രാഹുലിന്റെ വീട്ടിലൊരു ചെറിയ പണിയുണ്ട്. ചിലപ്പോ രാത്രി വരാൻ കുറച്ച് ലേറ്റ് ആവും. അതുവരെ സൂരജിന് വീട്ടിലുള്ള ജോലികൾ പറഞ്ഞു കൊടുക്ക. ഓക്കെ സൂരജ്? ആ, എന്നാ നോക്കിക്കോ. ഓക്കെ ശരി, എന്നാ സുധ ഞാൻ ഇറങ്ങാം. വേഗം വന്നേക്കണം. ആ, നീ നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എടി നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ടാ ഈ വേലക്കാരന്റെ വേഷം കിട്ടിയേ. ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ ആകെ പ്രശ്നമാവും, പറഞ്ഞേക്കാം. ഭ്രാന്താണോ നിനക്ക്? എടി അത് ആരും അറിയില്ല.
ഞാൻ നിന്റെ വേലക്കാരനല്ലേ? ഞാനേ ജീവിതകാലം മുഴുവനും നിന്റെ വേലക്കാരനായിട്ട് നിന്നോളാം. പറ, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ആദ്യം വീട്ടിലെ ജോലി എന്താന്ന് പറയാം. അതൊക്കെ ആദ്യം ചെയ്യാൻ നോക്ക്. അപ്പൊ നീ എന്നെ ശരിക്കും വേലക്കാരനാക്കുകയാണോ? ആഹാ, നിന്നെ ഞാൻ എന്തായാലും വേലക്കാരനാക്കാൻ തന്നെ പോന്നെ. എടി, ഞാൻ നിന്റെ കാമുകനല്ലേ? നിന്റെ ജോലി ഞാൻ ജീവിതം മുഴുവൻ ചെയ്തോളാം. പക്ഷെ ഞാനിപ്പോ ചെയ്യാൻ വന്നതൊന്ന് ചെയ്തോട്ടെ. അതെയോ? അങ്ങനെ എന്ത് ചെയ്യാനാ വന്നേ? ഞാൻ നിന്നെ ഒന്ന് നന്നായിട്ട് പ്രേമിക്കാനല്ല വന്നേ. ആഹാ, എങ്ങനെയാ പ്രേമിക്കുന്ന കാണട്ടെ. ഇങ്ങനെ. എങ്ങനെ എങ്ങനെ? ഇന്ന് ഞാൻ കാരണം ശരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടു. അയ്യോ, എന്റെ കാല് എന്തു പറ്റി? കാല് വേദനിക്കുന്നു. നിങ്ങൾക്കാണ് നടക്കാനും പറ്റുന്നില്ലല്ലോ. നിക്ക്, ഞാൻ നിങ്ങളെ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടാക്കാം. അയ്യോ വേണ്ട. അത് ഞാൻ നിങ്ങളെ എടുത്തോണ്ട് പോവാം. അമ്മായി അമ്മായി എനിക്ക് വിശക്കുന്നു. റിയാൻഷി, റിയാൻഷി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അമ്മായി ഇയാളുടെ കൂടെ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നുമില്ല, ഞങ്ങള് വെറുതെ. ഞാൻ അമ്മാവനോട് എല്ലാം പറയും. നീ എന്താ പറയാൻ പോന്നെ? കാണിക്കുന്നേ ചെയ്യാൻ പോന്നെ? പറയോ എന്താ ഈ കാണിക്കുന്നേ? ഇവിടെ കൊന്നേ പറ്റൂ നമുക്ക്. നിനക്കെന്താ ഭ്രാന്താണോ? ഇവളെന്ന് വെച്ച ജീവൻ അവന്. അവൻ എന്നെ കൊന്നു കളയും. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എടി, അപ്പൊ നമ്മുടെ സ്നേഹം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിനെ കൊന്നേ പറ്റൂ. ഞാൻ പറയുന്ന കേക്ക് വേണ്ട, അങ്ങനൊന്നും ചെയ്യരുത്. നമ്മുടെ കയ്യിൽ വേറെ വഴിയില്ല. നീ ഒരു കാര്യം ചെയ്തേ,
ഇവിടെ വായന്ന് പിടിക്കേ. നീ എന്താ ചെയ്യാൻ പോന്നേ? അയ്യോ, എന്താ? എന്താ ഇതെന്താ സൂരജ്? പാല്. സൂരജ്, എന്തത്? ഇവളെ എടുത്ത് നേരെ കിടത്ത്. അതിങ്ങിതാ. നിനക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പൊ നീ ചെയ്യില്ലേ? പക്ഷെ നീയോ? ഞാൻ പറയാം, കേക്ക്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. എന്തിനാ സൂരജ്? ഇതെല്ലാം ഒന്ന് കുറച്ച് ശാന്തമായതിനു ശേഷം ഞാൻ തിരിച്ചു വരാന്നേ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എവിടേക്ക് ദൂരെ പോവാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങാം. അയ്യോ, എനിക്കെന്തോ പേടിയാവുന്നു. അത് നീ പേടിക്കല്ലേ, ഞാനില്ലേ. വെറുതെ പേടിക്കണ്ട കേട്ടോ. സൂരജ്, ആഹാ, നീ എന്താ റെഡിയായിരിക്കുന്നെ? എന്താ കാര്യം? നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എത്ര ദിവസമായി നമ്മൾ രണ്ടാളൊന്ന് പുറത്തു പോയിട്ട്. പക്ഷെ ഇപ്പോ ഇനി നീ ഇപ്പൊ ഒന്നും പറയണ്ട. മൂവി കാണാൻ പോവാ നമുക്ക്. റിയാൻഷിക്ക് തലവേദനയെന്ന് പറഞ്ഞു. അവള് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അവൾ എഴുന്നേക്കുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വന്നേക്കാം. അല്ല സുധ, പക്ഷേ നീ ഇനി ഒന്നും പറയണ്ട. ബാഗിങ്ങിതാ. എടോ, നിന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ വരാം. ഇവൾക്ക് ശരിക്കും വട്ട എന്നാ തോന്നുന്ന. പോവാ. ചാവിത പോവാ, വാ. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട പറയുന്നു. വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ ഒരു പുതിയ കഥയോടൊപ്പം. അതുവരെ കാത്തിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, കണ്ടാസ്വദിക്കൂ ക്രൈം ചക്ര. ജയ് ഹിന്ദ്.